കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടും നേപ്പാളും തമ്മിൽ നടന്ന ആ മത്സരം വെറുമൊരു ഗ്രൂപ്പ് മാച്ച് ആയിരുന്നില്ല. അത് പരമ്പരാഗത ക്രിക്കറ്റ് ശക്തികളുടെ അഹങ്കാരത്തിനേറ്റ ഒരു തിരിച്ചടിയായിരുന്നു. വാങ്കഡയിലെ പിച്ചിൽ നേപ്പാളിൻ്റെ ചുണക്കുട്ടികൾ ഇംഗ്ലണ്ടിന് മുട്ടുകുത്തിക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ പിടിച്ചുലച്ചു എന്ന് തന്നെ പറയാം. ഇംഗ്ലണ്ടിൻ്റെ വമ്പൻ താരങ്ങൾ വാങ്കഡയിലെ പിച്ചിൽ വിയർപ്പൊഴുക്കിയപ്പോൾ നേപ്പാളിൻ്റെ ഗൂർഖ പട ഓരോ പന്തിലും തങ്ങളുടെ അസ്തിത്വം തെളിയിച്ചു. ബംഗ്ലാദേശോ പാകിസ്ഥാനോ ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് ലോകം അസാധ്യമല്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ആവേശകരമാണെന്ന് ഈ ലോകകപ്പ് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാങ്കഡയിലെ സ്റ്റേഡിയം പകുതിയിൽ കൂടുതൽ ഈ മാച്ചിനായി ഓക്യുപ്പൈ ചെയ്തത് നേപ്പാളി ആരാധകരായിരുന്നു. ഇംഗ്ലണ്ട് ഉയർത്തിയ 185 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ നേപ്പാൾ കേവലം 4 റൺസിനാണ് തോറ്റതെങ്കിലും ആ മത്സരം ജയിച്ചത് നേപ്പാളാണെന്ന് ലോകം വിധിയെഴുതി കഴിഞ്ഞു. ജോഫ്ര ആർച്ചറേയും സാം കറനെയും നേരിടുമ്പോൾ നേപ്പാൾ ബാറ്റർമാരുടെ കണ്ണിൽ പേടിയല്ല, മറിച്ച് വിജയിക്കാനുള്ള വ്യഗ്രതയായിരുന്നു. അവസാന ഓവറിൽ 10 റൺസ് വേണ്ടിയിരുന്ന നേപ്പാളിനെ സാം കറൻ്റെ അനുഭവ സമ്പത്താണ് തടഞ്ഞു നിർത്തിയത്. അവസാന പന്തിൽ ഒരു സിക്സറിലൂടെ വിജയിക്കാമെന്ന പ്രതീക്ഷയിൽ ലോകം ശ്വാസം അടക്കി പിടിച്ചു നിന്ന നിമിഷം. 2026 T20 ലോകകപ്പിൽ നാം കാണുന്നത് പഴയ ടെസ്റ്റ് രാഷ്ട്രങ്ങൾ vs അസോസിയേറ്റ് രാഷ്ട്രങ്ങൾ എന്ന വിവേചനത്തിൻ്റെ അവസാനമാണ്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നേപ്പാൾ, നമീബിയ, USA തുടങ്ങിയ രാജ്യങ്ങളിലെ താരങ്ങൾ ഇന്ന് IPL, BPL, ILT, T20 തുടങ്ങിയ ആഗോള ലീഗുകളിൽ സജീവമാണ്. സന്ദീപ് ലാമിച്ചാനെയും ദീപേന്ദ്ര സിംഗ് ആര്യയെയും പോലുള്ള താരങ്ങൾ ലോകോത്തര താരങ്ങൾക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടുന്നത് വഴി തന്നെ അവരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചു. ഇംഗ്ലണ്ടിനെയോ ഓസ്ട്രേലിയയോ നേരിടുമ്പോൾ അവർക്കത് വെറും ഒരു ടീം മാത്രമായി മാറിക്കഴിഞ്ഞപ്പോൾ. പഴയ ടെസ്റ്റ് രാഷ്ട്രങ്ങളും പുതിയ ടീമുകളും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ബാറ്റിംഗ്, പവർ ഹിറ്റിങ്ങിലും ഫീൽഡിങ്ങിലും മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. T20യിൽ 2 ടീമുകളും ശരാശരി 85-90 മിനിറ്റ് ഒരേ തീവ്രതയോടെ കളിക്കാൻ പഠിച്ചിരിക്കുന്നു. നേപ്പാളിനെ പോലുള്ള ടീമുകൾ 120 പന്തുകളിൽ 110 പ്രഹരശേഷിയോടെ കളിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ക്രിക്കറ്റ് വളരണമെങ്കിൽ ആവേശം വേണം, ഒപ്പം സ്ഥിരതയും. ബംഗ്ലാദേശും പാകിസ്ഥാനും രാഷ്ട്രീയ തർക്കങ്ങളിലും ആഭ്യന്തര പ്രശ്നങ്ങളിലും തട്ടി നിൽക്കുമ്പോൾ നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ കഠിനാധ്വാനം കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സുരക്ഷാ കാരണങ്ങളാലും ആഭ്യന്തര പ്രശ്നങ്ങളാലും ബംഗ്ലാദേശ് പിന്മാറിയപ്പോൾ ആ സ്ഥാനം സ്കോട്ട്ലൻഡ് ഏറ്റെടുത്തു. സത്യത്തിൽ സ്കോട്ട്ലൻഡിൻ്റെയും ഇറ്റലിയുടെയും കളി കാണാൻ ബംഗ്ലാദേശിനേക്കാൾ ആവേശമുണ്ടെന്ന് കാണികൾ ഇപ്പോൾ പറയുന്നുണ്ട്. തുടർച്ചയായ തോൽവികളും ടീമിനുള്ളിലെ കലഹങ്ങളും കാരണം പാകിസ്ഥാൻ ഇന്ന് അൺപ്രഡിക്റ്റബിൾ എന്ന പേരിൽ നിന്നും ദുർബലർ എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. നെതർലാൻഡും USAയും ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ പാകിസ്ഥാൻ ഇന്ന് പാടുപെടുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ പുറത്തായത് USA തോറ്റാണ് എന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് ലോകത്ത് 9 ടീമുകൾ മാത്രമാണ് ICC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായി 5 ദിവസത്തെ ടെസ്റ്റ് മത്സരങ്ങൾ പൂർണ്ണമായും ഗൗരവത്തോടെ കളിക്കുന്നത്. ഇതിൽ പഴയ പ്രതാപികളായ ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നിവർക്കൊപ്പം സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും ശക്തമായി നിലകൊള്ളുന്നു. ഒരു ഇന്നിങ്സിൽ ശരാശരി 500-600 പന്തുകൾ നേരിടാനുള്ള ക്ഷമ ഇന്ന് മിക്ക ടെസ്റ്റ് ടീമുകൾക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ബാസ്ബോൾ ശൈലിയിലൂടെ ഇംഗ്ലണ്ട് കൊണ്ടുവന്ന മാറ്റം അസോസിയേറ്റ് രാഷ്ട്രങ്ങൾ T20യിൽ നടപ്പിലാക്കുന്നു. ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ന് 4ാം ദിവസത്തേക്ക് എത്തുമ്പോഴേക്കും ഫലമുണ്ടാകുന്നു. ഇതേ ആവേശം T20യിൽ വരുമ്പോൾ അസോസിയേറ്റ് ടീമുകൾ ടെസ്റ്റ് ടീമുകളെ ഉറപ്പിക്കുന്നു. നേപ്പാളിൻ്റെയും USAയുടെയും നെതർലാൻഡിൻ്റെയും വളർച്ച തെളിയിക്കുന്നത് ക്രിക്കറ്റ് ഇനി ഏതാനും രാജ്യങ്ങളുടെ മാത്രം കുത്തകയല്ല എന്നാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും തങ്ങളുടെ കളിശൈലി മാറ്റുകയോ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്തില്ലെങ്കിൽ 2030 അവരെക്കാൾ വലിയ പവർ ഹൗസുകളായി നേപ്പാളും USAയും പോലുള്ള ടീമുകൾ മാറും. വാങ്കഡയിലെ ആ 4 റൺസ് തോൽവി നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം 100 വിജയങ്ങൾക്ക് തുല്യമാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് നശിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ കേവലം കളിയോടുള്ള താല്പര്യക്കുറവ് മാത്രമല്ല, മറിച്ച് വ്യക്തമായ സാമ്പത്തികവും മാറ്റമില്ലാതെ തുടരുന്ന പരമ്പരാഗത നിയമങ്ങൾ കൊണ്ടുകൂടിയാണ്. ഇന്ന് ലോകത്ത് IPL, BPL, PSL, ISA, T20 തുടങ്ങിയ എണ്ണമറ്റ T20 ലീഗുകളുണ്ട്. ഒരു ടെസ്റ്റ് മത്സരം കളിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വരുമാനം വെറും 20 ഓവർ കളിച്ച് ലഭിക്കുമ്പോൾ താരങ്ങൾ സ്വാഭാവികമായും റെഡ് ബോൾ ക്രിക്കറ്റിനെ കൈവിടുന്നു. 2026 മാത്രം ഏകദേശം 576 അന്താരാഷ്ട്ര T20 മത്സരങ്ങൾ നടക്കുമ്പോൾ ടെസ്റ്റ് മത്സരങ്ങളുടെ എണ്ണം വെറും 35 മുതൽ 40ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റ് 5 ദിവസം കാണാൻ ഇന്ന് കാണികൾക്ക് ക്ഷമയില്ല. BCCIയുടെ വരുമാനത്തിൻ്റെ 60% വരുന്നത് IPLൽ നിന്നാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ഇന്ന് ബോർഡുകൾക്ക് ലാഭകരമായ ഒരു ബിസിനസ്സേ അല്ല. T20 ലോകകപ്പിന് ലഭിക്കുന്ന വ്യൂവർഷിപ്പിൻ്റെ 20% പോലും ഇന്ന് ടെസ്റ്റ് മത്സരങ്ങൾക്ക് ലഭിക്കുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യ, ഓസ്ട്രേലിയ പോലുള്ള വമ്പൻ പോരാട്ടങ്ങൾ അല്ലാത്തപ്പോൾ. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ ഇന്ന് ലോകത്ത് വെറും 9
10 ടീമുകൾ മാത്രമേ തയ്യാറുള്ളൂ. എന്നാൽ T20യിൽ 20-ലധികം ടീമുകൾ ലോകകപ്പ് കളിക്കുന്നു. നേപ്പാൾ പോലുള്ള ടീമുകൾ ടെസ്റ്റ് പദവിക്കായി കാത്തിരിക്കുന്നതിനേക്കാൾ T20 ലീഗുകളിൽ കളിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ് താൽപ്പര്യപ്പെടുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ടെസ്റ്റ് 20 പോലെയുള്ള പുതിയ ഫോർമാറ്റുകൾ, 2 ഇന്നിങ്സിലുള്ള T20 പോലെയുള്ള ഫോർമാറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് യഥാർത്ഥ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരമഗീതം ശരിക്ക് കുറിക്കുന്നതിന് തുല്യമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ന് വെറും നമ്പറുകൾ മാത്രമായി ഒതുങ്ങുകയാണ്. നേപ്പാളിനെ പോലുള്ള ഒരു ലക്ഷ്യബോധമുള്ള ടീമുകളുടെ വരവോടെ വെറും രാഷ്ട്രീയ തർക്കങ്ങൾ മാത്രം കൈമുതലായുള്ള ടീമുകൾക്ക് പ്രസക്തി കുറയുന്നു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ബോർഡിലെ അഴിമതിയും അന്താരാഷ്ട്ര തലത്തിൽ തരം താഴ്ത്തുന്നു. ഇവരുടെ അഭാവം ക്രിക്കറ്റിനെ ബാധിക്കില്ലെന്ന് നേപ്പാളിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കളി തെളിയിച്ചു. ക്രിക്കറ്റ് ഇന്നൊരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. അവിടെ 5 ദിവസം ക്ഷമയോടെ പൊരുതുന്നവനേക്കാൾ 4 പന്തിൽ 3 സിക്സർ അടിക്കുന്നവനാണ് വില. ടെസ്റ്റ് ക്രിക്കറ്റ് വെറും ഒരു ഓർമ്മയായി മാറുന്ന കാലം വിദൂരമല്ല. മാത്രവുമല്ല, ഇനിയുള്ള കാലത്ത് ടെസ്റ്റ് നേഷൻ കളിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞ് അസോസിയേറ്റ് നാഷൻസിനെ ക്രിക്കറ്റ് ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്താനുമാവില്ല. മാത്രവുമല്ല, ഇനിയുള്ള കാലത്ത് ടെസ്റ്റ് നേഷൻ കളിക്കുന്ന രാജ്യമെന്ന് പറഞ്ഞ് വീമ്പ് കാട്ടി അസോസിയേറ്റ് നാഷൻസിനെ ക്രിക്കറ്റ് ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്താനും മറ്റുള്ള രാജ്യങ്ങൾക്കാവില്ല.